മാന്യ പ്രേക്ഷകരെ ഡിംബു സ്റ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം. വിടുതലൈ 2, എ ഫിലിം ഡയറക്റ്റഡ് ബൈ വെട്രിമാരൻ. സോ വെട്രിമാരനെ കുറിച്ച് അത്രയ്ക്ക് അങ്ങ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എവരിബഡി നോസ് അബൌട്ട് വെട്രിമാരൻ, വാട്ട് ഹി ഈസ് ആൻഡ് ഹൂ ഹി വാസ്. പുള്ളി എടുത്ത ഫസ്റ്റ് ഡെബ്യൂട്ട് സിനിമ തൊട്ട് ഈ സിനിമ വരേക്കും എല്ലാ സിനിമയും പൊന്നിൽ ചാർത്തിയതുപോലെയാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ആളാണ് വെട്രിമാരൻ. സ്വന്തം പേര് തന്നെ വെട്രി, സക്സസ് എന്ന സംഭവമുള്ള ഒരു ഡയറക്ടറാണ് വെട്രിമാരൻ. വെട്രിമാരന്റെ വിടുതലൈ പാർട്ട് 2. വിടുതലൈ പാർട്ട് 2നെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് 1 കണ്ടവര് തന്നെയാണ് വിടുതലൈ പാർട്ട് 2 കാണണം. കാര്യം പാർട്ട് 1 കാണാത്തവര് വിടുതലൈ പാർട്ട് 2 കണ്ടിട്ട് യാതൊരു കാര്യമില്ല. ആ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. പാർട്ട് 1 മനസ്സിലായാലേ പാർട്ട് 2 പറയാൻ പറ്റൂ. കാര്യം പാർട്ട് 1 എന്ന് പറയുന്ന സിനിമയിൽ ഈ സിനിമയുടെ മെയിൻ കഥാപാത്രമായ പെരുമാൾ, അതായത് വിജയ് സേതുപതിയുടെ ക്യാരക്ടർ പെരുമാൾ വാത്യാർ എന്നുള്ള ആളുടെ ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് പുള്ളി ബിൽഡപ്പ് ചെയ്യുന്ന നറേറ്റീവ് സ്റ്റോറീസും 2-3 ഫ്ലാഷ് ബാക്സ് മാത്രം കാണിക്കുന്നു. പക്ഷെ പാർട്ട് 2 ഓൾ ഓവർ ഫിലിമിന്റെ എൻഡ് വരേക്കും പെരുമാൾ എങ്ങനെ പെരുമാളായി. നമ്മുടെ വിടുതലൈ 2യുടെ ഫുൾ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ വിജയ് സേതുപതിയാണ്. ഫസ്റ്റിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ സൂര്യയാണ്. എന്നാൽ സെക്കൻഡിന്റെ ബാക്ക് ബോൺ വിജയ് സേതുപതി തന്നെയാണ്. സിനിമയിലേക്ക് വരാം. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മക്കൾ സെൽവൻ വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യർ, പിന്നെ കിഷോർ, ഗൗതം വാസുദേവ് മേനോൻ. ബാക്കിയുള്ള നടന്മാരുടെ പേരൊന്നും എനിക്കത്ര ഫെമിലിയർ അല്ല. അങ്ങനെ ഒട്ടനവധി ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലെ ഏറ്റവും നല്ല പ്രകടനങ്ങൾ ചെയ്ത 2 വ്യക്തികൾ, ഒന്ന് കിഷോർ, എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ സിനിമയിലെ. അതായത് പുള്ളി വിജയ് സേതുപതിയുടെ ഗോഡ് ഫാദർ എന്ന് വേണം പറയാൻ. ലൈക്ക് എ ഗോഡ് ഫാദർ ഫീലിംഗ് എനിക്ക് ആ പുള്ളിയുടെ നിന്ന് കിട്ടിയത് ഒരു ക്യാരക്ടറിൽ. ലൈക്ക് എ മെന്റർ എന്നുള്ള രീതിയിൽ വേണം പറയാൻ. പടം പറയുന്നത് വേറൊന്നുമല്ല, പച്ചയായ സോഷ്യലിസം. മണ്ണോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ കൂടെ ഒപ്പം ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതം. അവർക്കൊരു തോഴനൊരു നേതാവ്. എന്നാൽ നേതാവും തോഴനും തമ്മിൽ വ്യത്യാസമില്ല. ഇന്നത്തെ പൊളിറ്റിക്സ് അല്ല, പണ്ടത്തെ സോഷ്യലിസം, പണ്ടത്തെ കമ്മ്യൂണിസം, അതായത് യഥാർത്ഥ കമ്മ്യൂണിസം, പച്ചയായ കമ്മ്യൂണിസമാണ് സിനിമ പറയുന്നത്. സിനിമയിലെ ചില ഡയലോഗുകളൊക്കെ നമുക്കങ്ങ് വല്ലാതെ ഇമ്പാക്ട് ചെയ്യും. മീൻസ് നമ്മളൊന്ന് ചിന്തിക്കും, പ്രൊവോക്കേഷൻ ഉണ്ടാവും നമുക്ക് ആ സിനിമ കാണുമ്പോൾ. ശരിയാണല്ലടാ ഈ സംഭവങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ ആ വെട്രിമാരൻ പടത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എന്റെ പൊന്നാമ്പോ ഒരു രക്ഷയില്ല. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ വെട്രിമാരനാണ് പടം. അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഈ സിനിമയുടെ. പിന്നെ സിനിമയിലെ മഞ്ജു വാര്യരുടെ ക്യാരക്ടർ വളരെ നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. വളരെ മനോഹരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാര്യം മഞ്ജു വാര്യരുടെ ഡെബ്യൂട്ട് സിനിമയാണ് അസുരനിൽ കലക്കി തകർത്ത് തിമിർത്താടി എന്ന് വേണം പറയാൻ. അതേ കലക്കി തിമിർത്താടക്കോ എല്ലാ സംഭവങ്ങളും ഇതിലും അതേപടി ചെയ്തു വെച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ. ഒരു രക്ഷയില്ല. മഞ്ജു വാര്യരുടെ ക്യാരക്ടർ വളരെ 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 സൂപ്പർ എന്ന് വേണം പറയാൻ. ഇതിനെല്ലാം ഉപരി ഇതിലൊരു ക്യാരക്ടറും കൂടെ ഉണ്ട്. കരുണാസിന്റെ മകൻ, അസുരനിലെ ധനുഷിന്റെ മകനായിട്ട് അഭിനയിച്ച പയ്യൻ. ഇതിലെ ഫസ്റ്റത്തെ ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് എന്റെ പൊന്നപ്പോ ആ ചെറുക്ക് എന്തുവാ കിടിലം പെർഫോമൻസ് ആയിരിക്കുന്നു. അവനെ ഭാവിയിൽ തമിഴ്നാടിനെ ഒരു മുതൽ മുടക്ക് തന്നെയാണ്. വളർന്നു വരുന്ന ഒരു കിടിലം നടൻ തന്നെയാണ് ആ ചെറുക്കൻ. വല്ലാത്ത പെർഫോമൻസ് തന്നെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയില്ലേ സ്ക്രീനിൽ. അങ്ങ് ഒരു രക്ഷയില്ല. പിന്നെ പടത്തിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ പറയുകയാണെങ്കിൽ അതിഗംഭീരം കൊറിയോഗ്രാഫി എന്ന് വേണം പറയാൻ. വെട്രിമാരൻ ഓരോ പടത്തിലും പുതിയ പുതിയ ഡെവലപ്മെന്റ് ആ ഫൈറ്റ് സീക്വൻസിന് കാണിച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് ബാക്കി എല്ലാ ഫിലിമിനെ കാട്ടി. വളരെ ബെറ്റർ ഫൈറ്റ് കൊറിയോഗ്രാഫിയാണ് പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ചില ഹാർട്ട് ബ്രേക്കിംഗ് സീൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് വല്ലാതെ അങ്ങ് ഫീൽ ചെയ്തു പോകും. അതിൽ മോസ്റ്റ്ലി എനിക്ക് ഫീൽ ചെയ്ത സീൻ എന്ന് പറയുന്നത് ഇതിലൊരു ബോംബ് മേക്കിംഗ് സീനുണ്ട്. അതിൽ ആ ബോംബ് ബ്ലാസ്റ്റിന് ശേഷം വിജയ് സേതുപതിയുടെ റിയാക്ഷനൊക്കെ കാണണം. എന്റെ പൊന്നു, പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് ഇപ്രാവശ്യം കൊടുത്തേ പറ്റൂ ഈ പടത്തിന്. കാര്യം ഒരു റെക്കമെൻഡേഷനിലുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞ കിടിലം പ്രകടനം. ഞാൻ തന്നെ കണ്ണ് നിറഞ്ഞു ഈ പടം കണ്ടപ്പോ. സത്യം പറഞ്ഞ പടത്തിൽ നമ്മളെ കണ്ണ് നിറയിച്ചു കളയും ചില സീനൊക്കെ. അമ്മാതിരി ഒരു സിനിമയത്. അതിന് ഒരുപാട് അർത്ഥങ്ങളും കാര്യം ചില ഡയലോഗൊക്കെ നമുക്ക് ഉള്ളിലങ്ങ് കൊള്ളും. അങ്ങനത്തെ രീതിയിലുള്ള ഡീപ്പ് ഇമ്മേഴ്സീവ്, അതായത് ഭയങ്കര ഇമ്മേഴ്സീവ് എന്ന് വേണം പറയാൻ. ആൾറെഡി നമുക്ക് അറിയാന്നുള്ള കാര്യമാണ് വെട്രിമാരന്റെ ഫിലിമിന്റെ ക്രാഫ്റ്റ് വർക്കും അതിന്റെ ഓവറോൾ ആയ ഇമ്മേഴ്സീവ് മൂവീസാണ് പുള്ളി എടുക്കുന്നതെല്ലാം.
ആടുകളം നോക്കിയാലും, പൊള്ളാതവൻ നോക്കിയാലും, അസുരൻ നോക്കിയാലും, ഇനിയിപ്പം പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത സിനിമ തന്നെ വിസാരണയാവട്ടെ, അത് നോക്കിയാലും ഇമ്മേഴ്സീവ് എന്ന് പറയുന്ന കാര്യത്തിൽ വെട്രിമാറിന് ഒരു കോംപ്രമൈസും ഇല്ല. എൻ്റെ അപ്പാ, പൊളി എന്ന് വേണം പറയാൻ. സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സിനിമ അത് മാത്രമല്ല, ഒരു റിയൽ ഇൻസിഡൻറ്റും കൂടെയാണ്, ഒരു വരലാറാണ്. ലൈക്ക് അതിൽ പറയുന്ന പോലെ ഒരു ഹിസ്റ്ററിയാണ്, ചരിത്രമായത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമാണ്. അതുകൊണ്ടും കൂടെ ഈ സിനിമ ഒന്ന് കണ്ടിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ബാക്കി സിനിമ പോലെ അല്ല, നിങ്ങൾക്ക് ഒരുപാട് ലൈഫിൽ പ്രൊവോക്കേഷൻസ് ഇങ്ങനത്തെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവും തീർച്ചയായിട്ടും. രാഷ്ട്രീയത്തിനുപരി സോഷ്യലിസം, മനുഷ്യനും സ്വന്തം സഹജീവിയെ തിരിച്ചറിയാൻ കൊള്ളാമെന്നുള്ളൊരു സോഷ്യലിസം, അതാണ് ഈ സിനിമ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. സോ ഞാൻ ഈ പടത്തിന് എന്തായാലും 9.5 out of 10 എന്തായാലും ഞാൻ കൊടുക്കും. കാര്യം ഐ ആം റിയലി ഷുവർ അബൌട്ട് ദിസ് മൂവി വിൽ മേക്ക് എ സംതിങ് ലൈക്ക് എ റെവല്യൂഷൻ ടു എവല്യൂഷൻ. അങ്ങനത്തെ രീതിയിലാണ് സിനിമ പോണേ. വല്ലാത്തൊരു മെസ്സേജാ പടം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാം വിടുതലൈ പാർട്ട് 2 കാണുക. പാർട്ട് 2 കാണുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം, പാർട്ട് 1 കാണാത്തവർ ഒരിക്കലും പാർട്ട് 2 ചാടിക്കയറി കാണാൻ നിൽക്കരുത്. കാര്യം പാർട്ട് 1 കണ്ടാലേ നിങ്ങൾക്ക് പാർട്ട് 2ന്റെ ഡെപ്ത് മനസ്സിലാവത്തുള്ളൂ. സോ പാർട്ട് 2 കണ്ടിട്ട് നിങ്ങളുടെ റേറ്റിംഗ് കമന്റ് ബോക്സിൽ പറയുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സംഭവമായിട്ട് ഇനിയും കാണാം. ഡിംബു സ്റ്റോക്സ്. ബൈ.